ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 12 ശ്ലോകം നമ്പർ 16 നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ജന്മവുമായിട്ട് സംബന്ധിച്ചുള്ള ആ ഒരു രംഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ വേറൊരു ഭക്തനുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പോലെ മഹാസൗഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു ഭക്തൻ അദ്ദേഹത്തെ പോലെ വേറെ ആർക്കും ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു ജന്മം ഉണ്ടായിട്ടുണ്ടാവില്ല. അദ്ദേഹം ജനിക്കുന്ന സമയത്ത്, അദ്ദേഹം ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത്, അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമ വിടുന്നു. അപ്പോൾ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ. ഗർഭപാത്രത്തിൻ്റെ ചുറ്റും അദ്ദേഹം ഭഗവാന്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് പരീക്ഷിത്ത് മഹാരാജാവിനെ സംരക്ഷിക്കുന്നു. ഇതേപോലെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ ഭഗവാൻ നേരിട്ട് അവിടെ കവചമായി വന്ന് രക്ഷിക്കുന്നതായിട്ട്? മാത്രമല്ല, പരീക്ഷിത്ത് മഹാരാജാവ് കൃഷ്ണനെ കാണുകയും ചെയ്യുന്നു. ചതുർഭുജമൂർത്തിയായിട്ടുള്ള കൃഷ്ണനെ കാണുന്നു. നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ അത് അത്രയും സ്പെഷ്യലാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അതേപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് വളരെ ചെറുപ്പമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ലോകം വിട്ട് പോകുന്നേക്കാൾ മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അത്രമാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോകം മുഴുവനും ഭരിച്ചിരുന്ന മഹാരാജാവായിരുന്നു അദ്ദേഹം. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാലം കഴിഞ്ഞ് അദ്ദേഹം പരീക്ഷിത്ത് മഹാരാജാവിനെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഈ ഒരു വലിയ ലോകം മുഴുവനും സാമ്രാജ്യം മുഴുവനും. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം രാജാവായി മാറുന്നു. എന്നാൽ എല്ലാവിധ മെച്യൂരിറ്റിയും എല്ലാവിധ ക്വാളിഫിക്കേഷനും ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രായം ഒന്നിൻ്റെയും ഒരു പ്രായമല്ല ഡിസൈഡ് ചെയ്യുന്നത് പല കാര്യങ്ങളും. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി, ഓരോരുത്തരുടെ ആ ഒരു ക്വാളിറ്റി, അതൊക്കെ പ്രായം എന്ന് പറയുന്നത് ചെറിയൊരു ഫാക്ടർ മാത്രമാണ്. പരീക്ഷിത് മഹാരാജാവ് അതിന് നല്ലൊരു ഉദാഹരണമാണ്. ചെറുപ്പമായിരുന്നു അദ്ദേഹം, എന്നാലും അതിന് പ്രാപ്തിയുള്ള, ആ രാജ്യം ലോകം മുഴുവനും ഭരിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു ചെറുപ്പമായിട്ടും. അതേപോലെ തന്നെ ശുദ്ധഭക്തനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു തരത്തിലുള്ള അനർത്ഥങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളും ലോകത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല. യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? സമ്പൽ സമൃദ്ധിയായിരുന്നു രാജ്യത്തിൽ മുഴുവനും. അതേപോലെ തന്നെയായിരുന്നു പരീക്ഷിത് മഹാരാജാവിൻ്റെ കാലത്തും. ആ സമയത്ത് കലി, നമ്മൾ ഇനി 17-ാമത്തെ അധ്യായത്തിൽ പഠിക്കും. കലി എന്ന് പറയുന്ന വ്യക്തി വരുന്ന സമയത്തും അദ്ദേഹം, അതായത് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സന്ധി സമയത്ത് കലി വരുന്നു. ആ കലി വരുന്ന സമയത്ത് കലിയോട് പരീക്ഷിത് മഹാരാജാവ് പറയുന്നു, എൻ്റെ രാജ്യത്ത് നിനക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, നിനക്ക് 4 സ്ഥലത്ത് നിനക്ക് ഇരിക്കാം, അവിടെ പോയി നീ ശരണം പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞ് കാര്യം കലി കാല് പിടിച്ചു, അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ആരെങ്കിലും രാജാവിനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അവരെ പിന്നെ ഒന്നും ചെയ്യില്ല, അവരെ കൊല്ലാതെ വിടുന്നു. അപ്പം അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് കലിയെ കൊല്ലുന്നില്ല, ശരണം പ്രാപിച്ചതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി വാളെടുത്തതാണ്, പക്ഷെ ഒന്നും ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 4 സ്ഥലത്ത് പോയിരുന്നോളൂ എന്ന് പറഞ്ഞു. എവിടെയാണോ ചൂതുകളിയും പൈസ വ്യഭിചാരങ്ങൾ നടക്കുന്നത് അവിടെ പൈസ ഉപയോഗിച്ച്, എവിടെയാണോ അവിഹിത കാര്യങ്ങൾ നടക്കുന്നത്, എവിടെയാണോ മദ്യവും മറ്റുള്ള ലഹരി കാര്യങ്ങളുമൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ. അതേപോലെ തന്നെ മത്സ്യമാംസം, എവിടെയാണോ അറവുശാലകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മൃഗങ്ങളെ കൊല്ലുന്നത്, അപ്പം അവിടെയൊക്കെ കലിയുണ്ട്. കലി ഇരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 നിയമങ്ങൾ പാലിക്കണമെന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളും നമ്മൾ അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഈ നിയമം പാലിക്കുന്നതിൻ്റെ കാരണം അതാണ്. കലിയുടെ പ്രഭാവം ഒരുപാട് കൂടുതലാണ് ഈ സ്ഥലങ്ങളിൽ. അതേപോലെ തന്നെ 5-ാമത്തെ ഒരു സ്ഥലം കൂടെ പറയുന്നു, സ്വർണം. എവിടെയാണോ കൂടുതൽ സ്വർണം അല്ലെങ്കിൽ എവിടെയാണോ ധനം ഉള്ളത് അവിടെയും കലിയുടെ പ്രഭാവം കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഭക്തരായിട്ടുള്ളവർ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാര്യം നമ്മൾ വിചാരിക്കും, ഓക്കെ, സ്വർണം അല്ലെങ്കിൽ പൈസ എന്നുള്ളതൊക്കെ ആവശ്യമല്ലേ? ശരിയാണ്, ആവശ്യമുള്ളതാണ്, സംശയമില്ല. ഇവിടെ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഒരുപാട് അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി നമ്മൾ അവസാനം നമ്മുടെ ജീവിതം നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് കാണാം. എങ്ങനെയാണോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ആളുകൾ ജീവിതം നശിപ്പിക്കുന്നത്, നമ്മൾ പറയാറുണ്ടല്ലോ, മദ്യപാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് പറയും. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിതം നശിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ. അതേപോലെ തന്നെയാണ് ഈ ധനം അല്ലെങ്കിൽ പൈസയോടുള്ള ആർത്തി, അതും ഒരു തരത്തിലുള്ള ലഹരിയാണ് പലവർക്കും. എത്ര സ്വരൂപിച്ചാലും മതിയാവുന്നില്ല, എത്ര കഴിച്ചാലും അല്ലെങ്കിൽ എത്ര കിട്ടിയാലും പോരാ, വീണ്ടും 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 വേണം, ഇനിയും വേണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ അവരുടെ സമയവും അവരുടെ ശക്തിയും അവരുടെ എനർജിയും എല്ലാം അതിലേക്ക് ഉപയോഗിക്കുന്നു. അവസാനം എന്തായിരിക്കും ഗതി? അധോഗതി. ഗതിയില്ലാതെ എങ്ങനെ ഏത് ശരീരമാണ് പിന്നീട് കിട്ടാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. അതാണ് കലിയുടെ പ്രഭാവം. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നാമജപത്തിലൂടെയും ഭാഗവത പഠനത്തിലൂടെയും ഭക്തരുടെ കൂട്ടായ്മയിൽ, ഭക്തരുടെ അസോസിയേഷനിൽ നമ്മൾ
ഭക്തി സേവനങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു സംരക്ഷണം നേടാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു കലിയുടെ പ്രഭാവത്തിൽ നമ്മളും പെട്ടുപോകുന്നു. അപ്പോൾ ആ കലിയെ പൂർണ്ണമായിട്ടും എന്താ പറയുക, പരീക്ഷിത് മഹാരാജാവ് ബ്ലോക്ക് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തെ പോലെ സ്പെഷ്യലായിട്ടുള്ള വേറെ ഒരു വ്യക്തി ഉണ്ടാവില്ല. അപ്പോൾ ജന്മം സ്പെഷ്യലാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ പോലെ കഴിവുള്ള രാജാക്കന്മാർ കുറവായിരുന്നു. യുധിഷ്ഠിര മഹാരാജ ഓഫ് കോഴ്സ് അദ്ദേഹം ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹവും. പിന്നെ മരണത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പരീക്ഷിത് മഹാരാജാവിനെ പോലെ സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണം ആർക്കും സംഭവിച്ചിട്ടുണ്ടാവില്ല. 7 ദിവസം മുമ്പ് നോട്ടീസ് കിട്ടുന്നു. അതിനുശേഷം അദ്ദേഹം ജീവിതത്തിലെ എല്ലാം ഭൗതികമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ശുകദേവ് ഗോസ്വാമിയെ ശരണം പ്രാപിച്ച് ശ്രീമദ് ഭാഗവതം കേൾക്കുന്നു. അതുകൊണ്ട് ആ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ആ ശാപം ശരിക്കും പറയുകയാണെങ്കിൽ നിമിത്തമായി മാറുന്നു ശ്രീമദ് ഭാഗവതം വരുവാൻ വേണ്ടി. ശ്രീമദ് ഭാഗവതം ജനിക്കുന്നത് അവിടെയാണ്, നമ്മുടെ മുമ്പിൽ. ഭാഗവതം പരമസത്യമാണ്, ഭാഗവതം ശാശ്വതമായിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ വ്യാസദേവൻ അത് ഒരു ഗ്രന്ഥരൂപത്തിൽ രചിക്കുന്നത് അതിനൊരു ആയി മാറുന്നു പരീക്ഷിത് മഹാരാജവും ശുകദേവ് ഗോസ്വാമിയും തമ്മിലുള്ള ആ സംവാദം. അങ്ങനെ ഭാഗവതം കേട്ട് പൂർണ്ണമായി ഭഗവാനിൽ സമർപ്പിച്ച് അങ്ങനെ ശരീരം വിട്ടു പോകുന്നു. അതാണ് വളരെ സ്പെഷ്യൽ അല്ലേ. ആ പരീക്ഷിത് മഹാരാജാവിൻ്റെ ജന്മത്തെക്കുറിച്ച് ഒരു അധ്യായം മുഴുവൻ ഇവിടെ പറയുവാണ് ശ്രീല ശുകദേവ് ഗോസ്വാമി. വ്യാസദേവൻ സൂത ഗോസ്വാമിയാണ് ഇവിടെ പറയുന്നത് നൈമിഷാരണ്യത്തിൽ അല്ലേ. അപ്പോൾ എത്രമാത്രം പ്രാധാന്യം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടോ നോക്കൂ. ഈ ഒരു അധ്യായത്തിൽ മുഴുവൻ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് ഒരുപാട് അധ്യായങ്ങളിൽ പരീക്ഷിത് മഹാരാജാവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് ഇത്രയും അധ്യായങ്ങളിലായിട്ട് ഇത് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി. പരീക്ഷിത് മഹാരാജാവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീല ശുകദേവ് ഗോസ്വാമിയുടെയും ശ്രീല പ്രഭുപാജിയുടെയും തൃപ്പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങാം. 16ാമത്തെ ശ്ലോകം. ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാം ഉപേയുഷി രാതോവോ നുഗ്രഹാരാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാം ഉപേയുഷി രാതോവോ നുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാം ഉപേയുഷി രാതോവോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാതോവോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാഘവോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാം ഉപേയുഷി രാതോവോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാതോവോ നുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി
जातो वा अनुग्रहार्थाय विष्णुना प्रभविष्णुना। हरे कृष्ण। ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാനോപേയുഷി രാധോ വാനുഗ്രഹത്തായ വിഷ്ണുനാ പ്രഭാ വിഷ്ണുനാ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കും ആരെങ്കിലും? പ്രഭു വായിക്കട്ടെ. യെസ്, വായിക്കും. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ബ്രാഹ്മണർ പറഞ്ഞു, സർവശക്തനും സർവവ്യാപിയുമായ പരമദിവ്യത്വം പുരുഷൻ വിഷ്ണു ഭഗവാൻ അങ്ങയെ അനുഗ്രഹിക്കുവാനായി ഈ പരിശുദ്ധനായ സന്തതിയെ വീണ്ടെടുത്തിരിക്കുന്നു. അലംഘ്യവും അമാനുഷികവുമായ ആയുധത്താൽ നശിപ്പിക്കപ്പെടാൻ പോകുന്ന സമയത്താണ് ഇദ്ദേഹം സംരക്ഷിക്കപ്പെട്ടത്. ഭാവാർത്ഥം: സർവശക്തനും സർവവ്യാപിയുമായ വിഷ്ണുവിനാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുവായ പരീക്ഷിത്ത് സംരക്ഷിക്കപ്പെട്ടതിന് 2 കാരണങ്ങളുണ്ട്. അതിൽ പ്രഥമമായ കാരണം മാതൃഗർഭത്തിലെ ശിശു ശുദ്ധ ഭഗവത് ഭക്തനാകയാൽ കളങ്കമറ്റവനാണ് എന്നതായിരുന്നു. 2ാമത്തെ കാരണം ധർമ്മരാജാവായ യുധിഷ്ഠിരന്റെ ധർമ്മിഷ്ഠനായ പൂർവ്വ പിതാമഹൻ കുരുവിന്റെ വംശത്തിലെ അവശേഷിച്ച ഏക പുരുഷ സന്തതിയായിരുന്നു ഈ ശിശു. സമാധാനപരവും സമൃദ്ധവുമായ ജീവിതത്തിന്റെ യഥാർത്ഥ ഉന്നമനത്തിന് തന്റെ പ്രതിനിധികളായി ഭുവനം ഭരിക്കുവാൻ ധർമ്മശീലരായ രാജാക്കന്മാരുടെ ശ്രേണി തുടരുവാൻ ഭഗവാൻ ആഗ്രഹിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ മഹാരാജാവ് യുധിഷ്ഠിരന്റെ അടുത്ത തലമുറ വരെയുള്ള എല്ലാവരും സംഹരിക്കപ്പെട്ടു. മാത്രവുമല്ല, ആ മഹാരാജ വംശത്തിൽ മറ്റൊരു സന്താനോൽപാദനം ചെയ്യാൻ കഴിയുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അഭിമന്യുപുത്രനായ മഹാരാജാവ് പരീക്ഷിത്ത് മാത്രമായിരുന്നു കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന ഏക അനന്തരാവകാശി. അലംഘ്യവും അമാനുഷികവുമായ അശ്വത്ഥമാവിന്റെ ബ്രഹ്മാസ്ത്രത്താൽ അദ്ദേഹം ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഭീഷണിയിലായിരുന്നു. കൃഷ്ണ ഭഗവാനെ ഇവിടെ വിഷ്ണുവായി വിശേഷിപ്പിച്ചിരിക്കുന്നതും പ്രാധാന്യം അർഹിക്കുന്നു. മൂല ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ വിഷ്ണു എന്ന സ്ഥാനത്തിൽ സംരക്ഷണ കർമ്മവും സംഹാര കർമ്മവും നിർവഹിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ വിസ്തരണമാണ് വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭാവത്തിലാണ് ഭഗവാന്റെ സർവ്വവ്യാപകമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്താൽ നിർവഹിക്കപ്പെടുന്നത്. ഭഗവാന്റെ കളർപ്പറ്റ ഭക്തനാകയാൽ ശിശുവായ പരീക്ഷിത്തിനെ തൂവെള്ളയായി വിശേഷിപ്പിച്ചിരിക്കുന്നു. അത്തരം കളർപ്പറ്റ ഭഗവത് ഭക്തർ ഭൂമിയിൽ ആവിർഭവിക്കുന്നത് ഭഗവാന്റെ ദൗത്യം നിർവഹിക്കാൻ മാത്രമാകുന്നു. ഭൗതിക സൃഷ്ടിയിൽ അലഞ്ഞു തിരിയുന്ന ഭഗാത്മാക്കളെ സ്വഗേഹമായ ഭഗവദ്ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി ഭഗവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വേദങ്ങൾ പോലെയുള്ള അതീന്ദ്രിയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നൽകിയും ദിവ്യാത്മാക്കളെയും സാധുക്കളെയും തന്റെ ദൗത്യ പ്രചാരകരായി അയച്ചും തന്റെ പ്രതിനിധിയായ ആത്മീയാചാര്യനെ നിയോഗിച്ചും അദ്ദേഹം അവരെ സഹായിക്കുന്നു. അത്തരം അതീന്ദ്രിയ സാഹിത്യങ്ങളും പ്രചാരകരും ഭഗവത് പ്രതിനിധികളും ഭൗതിക ഗുണങ്ങളുടെ മാലിന്യങ്ങൾക്ക് സ്പർശിക്കാൻ പോലും സാധ്യമല്ലാത്തവരാകയാൽ കളങ്കമറ്റ വെണ്മയുള്ളവയാകുന്നു. അവർ നശീകരണ ഭീഷണി നേരിടുമ്പോൾ ഭഗവാൻ സദാ അവരെ സംരക്ഷിക്കുന്നു. അത്തരം മൂർഖമായ ഭീഷണികൾ പുറപ്പെടുവിക്കുന്നത് തികഞ്ഞ ഭൗതികവാദികളാകുന്നു. ശിശുവായ പരീക്ഷിത്തിനു നേരെ അശ്വത്ഥമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം നിശ്ചയമായും അമാനുഷിക പ്രഭാവമുള്ളതായിരുന്നു. അതിന്റെ പ്രഹരശേഷിയെ പ്രതിരോധിക്കാൻ ഭൗതിക ലോകത്തെ യാതൊന്നിനും കഴിയുമായിരുന്നില്ല. എന്നാൽ സർവശക്തനും അകത്തും പുറത്തും ഒരുപോലെ സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയുമായ ഭഗവാനെ തന്റെ സർവശക്തമായ പ്രഭാവത്താൽ അതിനെ വിഫലമാക്കാൻ കഴിഞ്ഞു. ഭഗവാൻ തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ സദാ അനുഗ്രഹിച്ചിരുന്ന മറ്റൊരു ഭക്തനായ യുധിഷ്ഠിര മഹാരാജാവിന്റെ അനന്തരാവകാശി കൂടിയായ ഭഗവാന്റെ ഒരു വിശ്വസ്ത സേവകനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ പറയുന്നു, ബ്രാഹ്മണർ അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഇതിനു മുമ്പ് കണ്ടു 12ാമത്തെ ശ്ലോകം മുതൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഒരുപാട് അനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മമായിട്ട് സംബന്ധിച്ചിട്ടുള്ള, അല്ലേ? നമ്മൾ പറയും ജാതകർമ്മം, അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന കർമ്മങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ധൗമ്യ ഋഷിയും കൃപാചാര്യരോട് ഒക്കെ കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നീട് ഒരുപാട് ദാനം ചെയ്തു. യുധിഷ്ഠിര മഹാരാജ ഒരുപാട് ദാനം ചെയ്തു, ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ 16ാമത്തെ ശ്ലോകം മുതൽ ബ്രാഹ്മണർ 16 മുതൽ 29ാമത്തെ ശ്ലോകം വരെ
പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ ഒരു ക്വാളിറ്റീസിനെ കുറിച്ച് പറയുവാണ്. അല്ലെങ്കിൽ ഈ ബ്രാഹ്മണർ ഒരു പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇനി എങ്ങനെയായിരിക്കും പരീക്ഷിത് മഹാരാജാവ്? പരീക്ഷിത് മഹാരാജാവ് ജനിച്ചിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ, അതായത് പരീക്ഷത്തിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവർ. ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇവിടെ തുടങ്ങുന്നത് 16 മുതൽ പിന്നെ 29 വരെ. ഇപ്പോൾ വിഷ്ണുരാത്ത ഇവിടെ നമ്മൾ കാണുന്നു. അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. വിഷ്ണുരാത്ത എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ വിഷ്ണു നേരിട്ട് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് പരീക്ഷത്തിനെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച്. വിഷ്ണു, അതുകൊണ്ട് ഇവിടെ പ്രഭവിഷ്ണു, അതായത് ശക്തിശാലിയായിട്ടുള്ള വിഷ്ണു ഇവിടെ പ്രവേശിക്കുന്നു, ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു, അങ്ങനെ കുഞ്ഞിനെ രക്ഷിക്കുന്നു, പരീക്ഷത്തിനെ രക്ഷിക്കുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീല പ്രഭുപാദി അതിമനോഹരമായിട്ട് ഭാവാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിച്ചു? ആദ്യത്തെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പരീക്ഷിത് മഹാരാജാവ് ശുദ്ധഭക്തനായിരുന്നു. ഒരു ശുദ്ധഭക്തനെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. അദ്ദേഹം ശുദ്ധഭക്തനാണ് എന്ന് അറിയാം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അതൊരു റീസണാണ് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ. കാര്യം ശുദ്ധഭക്തരെ ആവശ്യമുണ്ട്. അത് പിന്നീട് പറയുന്നു, പരീക്ഷിത് മഹാരാജാവിനെ പോലുള്ള ഒരു ഭക്തൻ ആണ് വന്നാൽ മാത്രമേ, ഈ ലോകത്തിൽ വന്നാൽ മാത്രമേ നമ്മളെപ്പോലുള്ള ഈ പറയുന്ന ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ബദ്ധാത്മാക്കളെ രക്ഷിക്കാൻ ഇങ്ങനെയുള്ള ഭക്തർ വന്നേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ആചാര്യന്മാരാവട്ടെ, ഗുരുജനങ്ങളാവട്ടെ, ഒരുപാട് സാധുജനങ്ങളാവട്ടെ, ഇവരൊക്കെ ഭഗവാന്റെ ശുദ്ധഭക്തരാണ്. അങ്ങനെയുള്ളവർ വന്നാൽ മാത്രമേ നമ്മളെപ്പോലുള്ളവർ രക്ഷപ്പെടുകയുള്ളൂ. കാര്യം അവർ വരുന്നതിൻ്റെ കാരണം തന്നെ നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളെ എല്ലാവരെയും ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്നിൻ്റെ ആ ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. ആ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണൻ നേരിട്ടാണ്. പരീക്ഷിത് മഹാരാജാവ് വന്നതിന് ശേഷം പരീക്ഷിത് മഹാരാജാവിൻ്റെ ആക്ടിവിറ്റീസും അവസാനം ശ്രീമദ് ഭാഗവതം പരീക്ഷിത് മഹാരാജാവിലൂടെയാണ് വരുന്നത് പുറത്തേക്ക്. ഭാഗവതം വരുന്നതിന് ഒരു കാരണമായി മാറുന്നു പരീക്ഷിത് മഹാരാജാവ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭഗവാൻ നേരിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഈ പരീക്ഷത്തിലൂടെയാണ് ഇനി പിന്നീട് ഫ്യൂച്ചറിൽ ശ്രീമദ് ഭാഗവതം ശുകദേവ് ഗോസ്വാമി ഈ പരീക്ഷത്തിനോടാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയപ്രകാരം നടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം സംരക്ഷിക്കുന്നു. ശുദ്ധഭക്തനായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന് ശ്രീല പ്രഭുപാദിയോടെ പറയുന്നു. അതാണ് ആദ്യത്തെ കാരണം പറയുന്നത്. രണ്ടാമത്തെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പരമ്പരയിൽ പുരു വംശത്തിൽ വേറെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത അതിന് അവകാശി എന്ന് പറയുന്നത് പരീക്ഷത്തായിരുന്നു. കാര്യം അഭിമന്യു, പരീക്ഷത്തിൻ്റെ അച്ഛൻ ഓൾറെഡി കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചിരുന്നു. അപ്പോൾ പിന്നീട് വരുന്നത് പരീക്ഷത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം ജനിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. എന്നാലേ ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ നേരിട്ട് വന്ന് അവിടെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഭഗവാൻ വിഷ്ണു സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. വിഷ്ണുന പ്രഭവിഷ്ണുന. വിഷ്ണു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അതായത് എല്ലായിടത്തും ഉള്ള വ്യക്തി, ഓരോ ചരാചരങ്ങളിലും ഉള്ള വ്യക്തി, എല്ലാത്തിൻ്റെയും പരമാത്മാവ്. അതാണ് വിഷ്ണു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വേറൊരു അർത്ഥം പറയുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയുന്നു, സൃഷ്ടി ചെയ്തതിന് ശേഷം ആ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നു വിഷ്ണു. അപ്പോൾ അവനവൻ്റെ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്ന
വ്യക്തി, സൃഷ്ടിക്കുന്നത് വിഷ്ണു തന്നെ, ആ സൃഷ്ടിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ കയറുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുന്നത് വിഷ്ണുവാണ്, കാരണോദോസായ വിഷ്ണു. ആ കാരണോദോസായ വിഷ്ണു ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം വിഷ്ണു തന്നെ ഗർഭോദകസായ വിഷ്ണുവായിട്ട് ഓരോ ബ്രഹ്മാണ്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് ക്ഷീരോദകസായ വിഷ്ണു ഓരോ കണങ്ങളിലേക്കും ആറ്റത്തിനകത്തേക്കും പ്രവേശിക്കുന്നു, അല്ലേ? അങ്ങനെയാണ് എല്ലാ ചരാചരങ്ങളിലും അദ്ദേഹം എത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് വിഷ്ണു എന്ന്. ഈ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് വിഷ്ണു എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഭഗവാന്റെ ഒരു വിസ്തരണം ആയിട്ടുള്ള വിഷ്ണു, അദ്ദേഹത്തിന് ആ പേര് കിട്ടാനുള്ള കാരണം ഇതാണ്. കാര്യം വിഷ്ണു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അദ്ദേഹം, അതായത് എല്ലായിടത്തും, എല്ലാ ചരാചരങ്ങളിലും ഉള്ള വ്യക്തി, എല്ലാ ചരാചരങ്ങളിലും പ്രവേശിച്ചിട്ടുള്ള വ്യക്തി. ഇവിടെ ആ വിഷ്ണു തന്നെയാണ് പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കാൻ വേണ്ടി ഗർഭപാത്രത്തിലേക്ക്, ഉത്തരാദേവിയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. വളരെ അതുകൊണ്ടാണ് വിഷ്ണുരാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു, അത് അടുത്ത ശ്ലോകത്തിലാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. നമുക്ക് ആ സമയത്ത് നോക്കാം. 17ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ രാത്തോവോ അനുഗ്രഹാർത്ഥായ വിഷ്ണുന പ്രഭ വിഷ്ണുന, അതായത് അവിടെ സംരക്ഷിക്കുന്നു, ഇദ്ദേഹത്തെ പരീക്ഷത്തിനെ സംരക്ഷിക്കുന്നു. ആര്? വിഷ്ണു, ഭഗവാൻ വിഷ്ണു സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കാരണങ്ങൾ ശ്രീലപ്രഭുപാദി പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1 ശുദ്ധഭക്തനായതുകൊണ്ട്, 2 ആ പുരുവംശത്തെ നിലനിർത്താൻ വേണ്ടി. മെയിനായിട്ടുള്ള 2 റീസൺ പറഞ്ഞു. ഇതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്താണ്? തീർച്ചയായിട്ടും ഭക്തനായതുകൊണ്ട്. കാരണം പരീക്ഷിത് മഹാരാജാവ് ഒരുപാട് ഇനി കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നടക്കാനുണ്ടായിരുന്നു. അത് കാരണം അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രീലപ്രഭുപാദി പിന്നീട് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, പരീക്ഷിത് മഹാരാജാവിനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നു. അതായത് അദ്ദേഹം ഒരുപാട് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. അതായത് ഒരു തരത്തിലുള്ള ഒരു കൽമഷങ്ങളും സ്പർശിക്കാത്ത ശുദ്ധനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പരീക്ഷിത്ത് എന്നുള്ളത്. അങ്ങനെയുള്ള ശുദ്ധഭക്തനെ സംരക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു മിഷനാണ് എന്ന് പ്രഭുപാദി പറയുന്നു. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ദൗത്യം, ഭഗവാന്റെ ഒരു ഡ്യൂട്ടിയാണ് ഭഗവാന്റെ ഭക്തരെ സംരക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവരുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് പിന്നീട് ഗതി ഉണ്ടാവുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുജനങ്ങളും ആചാര്യന്മാർ, ശ്രീലപ്രഭുപാദി പോലുള്ള ആചാര്യന്മാർ, ഗുരുജനങ്ങളും സാധുക്കൾ, ഒരുപാട് സാധുക്കളുണ്ട് ലോകത്ത്. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ സാധുക്കളേ ഉള്ളൂ, ഒരുപാട് സാധു. ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇവരൊക്കെ ഭഗവാൻ വിടുന്നതാണ്. സാധു, ഗുരു, സാധു, ശാസ്ത്രം, ഇതൊക്കെ ഗുരു, സാധു, ശാസ്ത്രം ഭഗവാൻ തന്നെ, ഭഗവാനിൽ നിന്ന് വരുന്നതാണ് ഇവരൊക്കെ. ഈ ഗുരു ആണെങ്കിലും സാധു ആണെങ്കിലും ശാസ്ത്രമാണെങ്കിലും എന്താണ് ഉദ്ദേശം? നമ്മളെപ്പോലുള്ള കണ്ടീഷൻഡ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളെ സംരക്ഷിക്കുക ഇൻ ദ സെൻസ് ഇവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. എന്നിട്ട് തിരിച്ച് ഭഗവത് സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോവുക, ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് സഹായിക്കാനാണ് ഗുരു, സാധു, ശാസ്ത്രം വരുന്നത്. ഇതെല്ലാം ഭഗവാന്റെ തന്നെ ഭഗവാൻ പ്രകടമാവുന്നതാണ് നമ്മളിലേക്ക് ഗുരുവിലൂടെ, സാധുവിലൂടെ, ശാസ്ത്രങ്ങളിലൂടെ. ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് എത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് അതേപോലുള്ളൊരു സാധുവായിരുന്നു. അദ്ദേഹം രാജഋഷിയായിരുന്നു. സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ പോയിരിക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റീസൊക്കെ, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അദ്ദേഹം വലിയൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ് പരീക്ഷിത് മഹാരാജാവ്. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ, ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ കൂടുതൽ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് നമ്മൾ കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ
പരിശുദ്ധ മഹാരാജാവിനെ പോലെ ഒരുപാട് സാധുക്കളുണ്ട് ഈ ലോകത്ത്. അവരുടെ ഒരേ ഒരു ഉദ്ദേശം നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധു ജനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ, ഗുരുജനങ്ങളില്ലായിരുന്നെങ്കിൽ, ശാസ്ത്രമില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായനെ? ഈ മനുഷ്യജന്മം നമ്മൾ തീർച്ചയായിട്ടും പാഴാക്കി കളഞ്ഞനെ. അടുത്ത ജന്മം എന്താവുമെന്ന് ഒരു ഐഡിയയും ഇല്ല നമുക്ക്, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും അറിയില്ല. എന്നാൽ ശീല പ്രഭുപാദിന്റെയും ഗുരുജനങ്ങളുടെയും കാരുണ്യം കൊണ്ട് മനുഷ്യജന്മമെങ്കിലും കിട്ടുമെന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് 4 നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ഫോം ഗ്യാരണ്ടിയാണ്. നേരെ മറിച്ച് ഈ ഒരു ഇതിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? വളരെ പരിതാപകരമായനെ. എവിടെ പോവും, എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. മനുഷ്യ ശരീരം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയേനെ. മനുഷ്യ ശരീരം കിട്ടുക എന്നുള്ളതല്ല, അതിനപ്പുറത്ത് മനുഷ്യ ശരീരം കിട്ടിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അല്ലേ? മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന, മൃഗങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഗുരു സാധു ശാസ്ത്രത്തെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു. അതിനുള്ള എല്ലാ മാർഗങ്ങളും ഭഗവാൻ ഒരുക്കി തരുവാണ് ചെയ്യുന്നത്, ഗുരുവിലൂടെയും സാധുജനങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും. അതാണ് ഇവിടെ ശീല പ്രഭുപാദി എടുത്തു പറയുന്നത് ഭാവാർത്ഥത്തിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ടേക്ക് ഹോം പോയിന്റ് എന്താണ്, നമുക്ക് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ലെസൺ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ശ്ലോകത്തിൻ്റെ മെയിൻ എസൻസ് എന്താണെന്ന് വെച്ചാൽ, പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം സാധാരണ ഒരു വ്യക്തി ആയിരുന്നില്ല, അദ്ദേഹം ശുദ്ധഭക്തനായിരുന്നു. ശുദ്ധഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഏത് റോൾ എടുക്കാനും തയ്യാറാണ്. ഭഗവാൻ വരും, സംരക്ഷിച്ചിരിക്കും. അതാണ് ഭഗവാന് ഭക്തരോടുള്ള സ്നേഹം. അതേപോലെ പരീക്ഷിത് മഹാരാജാവിനെ പോലുള്ള ശുദ്ധഭക്തരും നമുക്ക് ആവശ്യമാണ് ഈ ലോകത്ത്. അങ്ങനെയുള്ളവരുടെ മഹാകാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലുള്ള അധപതിച്ച ജീവാത്മാക്കളെ രക്ഷിക്കാൻ അങ്ങനെയുള്ളവർ വന്നേ സാധിക്കൂ. അങ്ങനെയുള്ളവർ ഇവിടെ വന്ന് നമ്മളെ ഇവിടെ നിന്ന് ഉദ്ധരിച്ചാലേ നമ്മൾ രക്ഷപ്പെടാൻ പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളിതിൽ നിന്ന്, ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ശുദ്ധഭക്തരെ കാണുകയാണെങ്കിൽ, ശുദ്ധഭക്തരുടെ ഒരു സാമീപ്യം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് ചേർന്ന് നിൽക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം കാളിയ വൃന്ദാവനത്തിൽ പോയ സമയത്ത് കാളിയൻ്റെ ആ ലീല നടന്നിട്ടുള്ള ആ ഘാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്, പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അവിടെ ഈ കാളിയൻ്റെ തലയിലേക്ക് ഭഗവാൻ ചാടാൻ വേണ്ടി ഒരു മരത്തിൽ കയറിയിട്ടാണ് ചാടുന്നത്. ആ മരം ഇപ്പോഴും ഉണ്ട് അവിടെ, മനോഹരമായിട്ട്. ഇപ്പോഴും ആ മരം നശിച്ചു പോയിട്ടില്ല. ദ്വാപരയുഗത്തിൽ നിന്നുള്ള മരമാണ്, 5000 വർഷം പഴക്കമുള്ള മരമാണ്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർത്തിരുന്നു, ചർച്ച ചെയ്തിരുന്നു, ആ ഒരു ലീലയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കാളിയൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പോലെ ക്രൂരനായിട്ടുള്ള വ്യക്തി വേറെ ഉണ്ടായിരുന്നില്ല, അല്ലെ? വ്രജവാസികളെ ഉപദ്രവിക്കുകയായിരുന്നു അദ്ദേഹം. വ്രജവാസികളെ ഉപദ്രവിച്ച എല്ലാവരെയും ഭഗവാൻ നിഗ്രഹിച്ചിട്ടുണ്ട്, എല്ലാവരെയും കൊന്നിട്ടുണ്ട്. ഒരുപാട് അസുരന്മാർ വന്നിട്ടുണ്ട്. കംസന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വേഷം മാറി കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ വ്രജവാസികളെ ഉപദ്രവിച്ചവർ നോക്കുകയാണെങ്കിൽ കാളിയനെ പോലെ മറ്റുള്ള അസുരന്മാർ അധികം വ്രജവാസികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം അവർ നേരിട്ട് കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വരിക ചെയ്യുന്നത്. എന്നാൽ കാളിയനാണെങ്കിലോ ഒരുപാട് വ്രജവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കാര്യം അദ്ദേഹത്തിൻ്റെ വിഷം കാരണം യമുനയിൽ വന്ന് അവിടെ വന്ന് വെള്ളം കുടിക്കുന്ന ആളുകൾ
അല്ലെങ്കിൽ മനുഷ്യരാവട്ടെ അല്ലെങ്കിൽ മൃഗങ്ങളാവട്ടെ ഒക്കെ ചാവുമായിരുന്നു, അല്ലെ മരിക്കുമായിരുന്നു. അതേപോലെ തന്നെ പക്ഷികൾ അതിൻ്റെ മുകളിലൂടെ നദിയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ അവരും മരിച്ചു വീഴുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. വളരെ മോശം, വളരെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഒരുപാട് വ്രജവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കാളിയൻ. എന്നിട്ടും കാളിയനെ കൃഷ്ണനൊന്നും ചെയ്തില്ല. കൃഷ്ണൻ കൊന്നില്ല, അല്ലേ? ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഫ്യൂജി ഐലൻഡിലേക്ക് കാളിയനെ പറഞ്ഞയച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും അവിടെ നിന്ന് പോകാൻ പറഞ്ഞു, പക്ഷേ കൊന്നില്ല. കാരണം എന്താണ്? ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ നാഗപത്നിമാർ ഭക്തരായിരുന്നു, ശുദ്ധഭക്തരായിരുന്നു. ഭാര്യമാർ ശുദ്ധഭക്തരായതുകൊണ്ട് ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാളിയനെ പോലും വെറുതെ വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, വെറുതെ വിട്ടു എന്നുള്ളത് മാത്രമല്ല, ഭഗവാന്റെ തൃപ്പാദങ്ങൾ കാളിയൻ്റെ ശിരസിൽ, ആ ഭഗവാന്റെ പാദധൂലി കാളിയൻ്റെ ഓരോ തലയിലും കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും സൗഭാഗ്യം ആർക്കെങ്കിലും കിട്ടുമോ? ഇത്രയും ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടും അദ്ദേഹത്തിൻ്റെ മുകളിൽ ഭഗവാൻ കാണിച്ച കാരുണ്യം ശരിക്കും പറയുകയാണെങ്കിൽ അചിന്ത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം അവർ ഭക്തരായതുകൊണ്ട്, ഭാര്യമാർ ഭക്തരായതുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള പാഠം എന്താണ്? നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും നമ്മുടെ കൂടെയുള്ളവർ, നമ്മൾ നല്ല ശുദ്ധ ഭക്തരുടെ ആ ഒരു സംഘം എടുക്കുകയാണെങ്കിൽ, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരുമായിട്ട് സത്സംഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ ക്രെഡിറ്റിൽ നമ്മളും രക്ഷപ്പെടും. നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അവരുടെ ക്രെഡിറ്റിൽ നമ്മളും ചിലപ്പോൾ രക്ഷപ്പെടും. അതിന് നല്ല എക്സാമ്പിളാണ് ഈ ഒരു എക്സാമ്പിൾ, കാളിയൻ്റെ എക്സാമ്പിൾ. ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമോഘ എന്ന് പറയുന്ന നമ്മുടെ സർവം ഭട്ടാചാര്യയുടെ മരുമകനെ കുറിച്ച്. ഇനി വീണ്ടും അത് പറയുന്നില്ല. അവിടെയും അത് തന്നെയാണ്. കാരണം മഹാപ്രഭു അദ്ദേഹത്തെയും രക്ഷിച്ചു, കൃഷ്ണപ്രേമം കൊടുക്കുന്നു. ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല അമോഘയ്ക്ക്, പക്ഷേ സർവം ഭട്ടാചാര്യയുടെ ബന്ധു ആയതുകൊണ്ട് മാത്രം എന്ന് മഹാപ്രഭു പറയുന്നുണ്ട്. അതേപോലെ കാളിയനെ രക്ഷിക്കുമ്പോൾ കൃഷ്ണനോട് നാഗപത്നിമാർ ചോദിക്കുന്നുണ്ട്, അതായത് കാളിയനെ പോലെ ഇത്രയും മോശക്കാരനായിട്ടുള്ള, ഇത്രയും അധപതിച്ചിട്ടുള്ള ഒരു അസുരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഭർത്താവ്. എന്നിട്ടും അങ്ങയുടെ അനുഗ്രഹം കൊടുത്തല്ലോ, വെറുതെ വിട്ടല്ലോ. അങ്ങയുടെ തൃപ്പാദങ്ങളിലെ ആ ധൂലി കാളിയന് കൊടുത്തല്ലോ. എന്ത് മഹാകാരുണ്യമാണ്, എന്ത് സുകൃതിയാണ് കാളിയൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നാഗപത്നിമാർ ചോദിക്കുന്നത്. കൃഷ്ണൻ പറയുന്നു, പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും അവർക്കില്ല, ഒരു സുകൃതിയും ഇല്ല അദ്ദേഹത്തിന്. പക്ഷേ നിങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവാണ് എന്നുള്ളത് മാത്രമാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. ആരുടെ? കാളിയൻ്റെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ ചെയ്യാനുള്ളത് നന്നായി ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അതേപോലെ ആത്മാർത്ഥതയോടുകൂടി നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന നമ്മളെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഭക്തരുടെ സംഘത്തിലൂടെ, അവരുടെ ആശ്രയത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവരെ വിടാതെ നമ്മൾ പിടിക്കുക, അങ്ങനെ നമുക്ക് രക്ഷ നേടാം. അതുകൊണ്ടാണ് നമ്മുടെ ശ്രീ ഗുരുവിനെ നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത്. ശ്രീ ഗുരുവാണെങ്കിലും ശിലപ്രഭുപാജി ആണെങ്കിലും മറ്റുള്ള സാധു ജനങ്ങളാണെങ്കിലും വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണെങ്കിലും അവരെ ശരണം പ്രാപിച്ച് അവരുടെ ഒരു അസോസിയേഷനിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതേ ഉള്ളൂ രക്ഷ. അല്ലെങ്കിൽ നമ്മുടെ മാത്രം ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴൊന്നും ഈ ജന്മത്തിലൊന്നും രക്ഷപ്പെടാനേ പോകുന്നില്ല. കാര്യം അത്രമാത്രം ഈ പറയുന്ന കർമ്മത്തിൻ്റെ ലഗേജ് നമ്മുടെ കയ്യിലുണ്ട്. സോ അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് എടുത്ത് പറയുന്ന ശിലപ്രഭുപാജി, ഇങ്ങനെയുള്ള ഭക്തർ ആവശ്യമാണ് നമുക്ക്. ഇങ്ങനെയുള്ളൊരു ഭക്തർ ഉണ്ടെങ്കിലേ നമ്മളെപ്പോലുള്ളവർക്ക് രക്ഷയുള്ളൂ. അവരുടെ
ജീവിതത്തിലൂടെയോ അവരുടെ ജീവിതം ഒരു എക്സാമ്പിൾ ആവുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒരു ഇൻസ്പിറേഷൻ ആവുന്നു, അല്ലെങ്കിൽ അവരൊരു നിമിത്തമായി മാറുന്നു നമ്മുടെ ഉദ്ധാരണത്തിന്. അതാണ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഭക്തരുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അങ്ങനെയുള്ള ഭക്തരെ സംരക്ഷിക്കും എപ്പോഴും. യെസ്, അടുത്ത ശ്ലോകം. തസ്മാൻ നാംനാ വിഷ്ണുരാത ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. നമോ ഭഗവതേ വാസുദേവായ. തസ്മാൻ നാംനാ വിഷ്ണുരാത ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാൻ നാംനാ വിഷ്ണുരാധ ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാൻ നാംനാ വിഷ്ണുരാധ ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാൻ നാംനാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹസ്രവഹാം ഭവിഷ്യതി ന സന്തോഹോ മഹാഭാഗവതോ മഹാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തസ്മാൻ നാംനാ വിഷ്ണുരാധ ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇക്കാരണത്താൽ ഈ ശിശു പരമദിവ്യോത്തമ പുരുഷനാൽ സംരക്ഷിക്കപ്പെട്ടവനെന്ന് ലോകം മുഴുവൻ പ്രശസ്തനായി തീരും. ഹേ മഹാഭാഗ, ആകയാൽ നിസ്സംശയം ഈ ശിശു യോഗ്യമായ സർവ സദ്ഗുണങ്ങളോടും കൂടിയ ഒന്നാന്തരം ഭഗവത് ഭക്തനായി തീരും. ഭാവാർത്ഥം. ഭഗവാൻ ഏവരുടെയും പരമ നിയന്താവാകയാൽ സർവ ജീവാത്മാക്കൾക്കും സംരക്ഷണം നൽകുന്നു. സർവ വ്യക്തികളിലും വെച്ച് പരമ വ്യക്തിയാണ് ഭഗവാൻ എന്ന് വേദസ്തോത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇരു ജീവാത്മാക്കൾക്കും തമ്മിലുള്ള അന്തരം എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ മറ്റെല്ലാ ജീവാത്മാക്കൾക്കും ആവശ്യമായതെന്തും പ്രദാനം ചെയ്യുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തെ അറിയുക വഴി ഒരാൾക്ക് ശാശ്വതമായ സമാധാനം പ്രാപ്തമാകുന്നു. അത്തരം സംരക്ഷണം വ്യത്യസ്ത തലത്തിലുള്ള ജീവാത്മാക്കൾക്ക് അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ ശക്തികളാലാണ് നൽകപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വയം നേരിട്ട് സംരക്ഷണം നൽകുന്നു. ആകയാലാണ് മഹാരാജാവ് പരീക്ഷിത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതൃഗർഭത്തിലായിരുന്നപ്പോൾ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടത്. ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ തന്നെ ഭഗവാനാൽ സവിശേഷ സംരക്ഷണം ലഭിക്കയാൽ ശിശു സർവ്വവിധ സദ്ഗുണങ്ങളുമുള്ള ഒന്നാന്തരം ഭഗവത് ഭക്തനാണെന്ന് നിശ്ചയമായും നിർണയിക്കാമെന്നതിന്റെ സൂചനയാണിത്. മഹാഭാഗവത, മധ്യമ അധികാരി, കനിഷ്ഠ അധികാരി എന്നിങ്ങനെ 3 തരം ഭഗവത് ഭക്തരുണ്ട്. കനിഷ്ഠാധികാരികളായ ഭക്തർ ഭൗതിക ചിന്താഗതികളിൽ മാത്രം അധിഷ്ഠിതമായവരായിരിക്കും. അവർ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഭക്തി ബഹുമാനങ്ങളോടെ വിഗ്രഹ ദർശനം നടത്തും. ആത്മീയ ശാസ്ത്രങ്ങളിൽ വലിയ ഗ്രാഹ്യം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ഭഗവാന്റെ ഭക്തന്മാരെ ബഹുമാനിക്കാൻ തുനിയാറില്ല. അവരെ ഭൗതികാവസ്ഥയിലുള്ള ഭക്തർ അല്ലെങ്കിൽ മൂന്നാംകിട ഭക്തർ എന്ന് വിശേഷിപ്പിക്കുന്നു. രണ്ടാമതായി, ആത്മാർത്ഥമായ ഭഗവത് സേവന മനോഭാവം വളർത്തിയെടുക്കുകയും ഭഗവത് ഭക്തരുമായി മാത്രം സംസർഗത്തിൽ ഏർപ്പെടുകയും ആരംഭദിശയിലുള്ള ഭഗവത് ഭക്തരോട് പ്രത്യേക മമത പ്രകടിപ്പിക്കുകയും നാസ്തികരെ ഒഴിവാക്കുകയും ചെയ്യുന്നവരെ രണ്ടാം തരം ഭക്തർ അഥവാ മധ്യമ അധികാരി എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തും ഭഗവാനിൽ ദർശിക്കുന്നവരും എന്തും ഭഗവാന്റേതാണെന്ന് കരുതുന്നവരും എന്തിലും ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം ദർശിക്കുന്നവരുമായ ദൃഷ്ടിപഥത്തിൽ ഭഗവാനൊഴികെ മറ്റൊന്നുമില്ലാത്തവരെ മഹാഭാഗവതർ അഥവാ ഒന്നാന്തരം ഭഗവത് ഭക്തരെന്ന് വിശേഷിപ്പിക്കുന്നു. അത്തരം മഹാഭാഗവതർ എല്ലാവിധത്തിലും പരിപൂർണരാകുന്നു, ശ്രേഷ്ഠരാകുന്നു. ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു ഭക്തൻ
എല്ലാവിധ സദ്ഗുണങ്ങളാലും താനേ യോഗ്യനായി തീരുന്നു. ആകയാൽ മഹാരാജാവ് പരീക്ഷിത്തിനെ പോലെ ഒരു മഹാഭാഗവതനായ ഭക്തൻ നിശ്ചയമായും എല്ലാവിധത്തിലും പരിപൂർണനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ വംശത്തിൽ ജന്മമെടുക്കയാൽ പരീക്ഷിത്ത് മഹാരാജാവിനെ ഇതിൽ മഹാഭാഗവതൻ അഥവാ മഹാഭാഗൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. മഹാഭാഗവതൻ ജന്മമെടുക്കുന്ന കുലം അത്യന്തം ഭാഗ്യമുള്ളതാകുന്നു. എന്തെന്നാൽ ഒന്നാന്തരം ഭക്തന്റെ ജനനത്താൽ ആ കുടുംബത്തിലെ കഴിഞ്ഞുപോയവരും ഇപ്പോഴുള്ളവരും വരാൻ പോകുന്നവരുമായ 100 അംഗങ്ങൾക്ക് ഭഗവത് കൃപയാൽ മോക്ഷം കിട്ടുന്നു. തന്റെ പ്രിയപ്പെട്ട ഭക്തനോടുള്ള ബഹുമാന സൂചകമായാണിത്. ആകയാൽ പരിശുദ്ധ ഭഗവത് ഭക്തനായി തീരുകയാണ് ഒരാൾക്ക് കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല പ്രഭു, മ്യൂട്ടാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. സോറി, മ്യൂട്ടിലായിരുന്നു. സോ ഇവിടെ ഈ ശ്ലോകത്തിൽ, കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷ്ണുരാത്ത എന്നാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് പരീക്ഷിത്ത് മഹാരാജാവിനെ. തസ്മാൻ നാംന വിഷ്ണുരാത്ത. വിഷ്ണുരാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ടവൻ. ആരാണ്? പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ വിഷ്ണുരാത്ത എന്നുള്ളൊരു പേരും കൂടെ പരീക്ഷിത്ത് മഹാരാജനുണ്ട്. തസ്മാൻ നാംന വിഷ്ണുരാത്ത ഇതി ലോകേ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. അതായത് പരീക്ഷിത്ത് മഹാരാജാവ് മഹാഭാഗ, ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ മഹാഭാഗവതനാണ്. മഹാഭാഗവതൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതായത് ശുദ്ധഭക്തനാണ്, ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടിയാണ്, ശുദ്ധഭക്തനാണ്, ഉത്തമ അധികാരിയാണ് എന്നാണ് പറയുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് ബ്രാഹ്മണർ അദ്ദേഹത്തിൻ്റെ ഭാവി പറയുകയാണ് ചെയ്യുന്നത്. മഹാഭാഗവതൻ എന്നാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് പരീക്ഷത്തിനെ. എല്ലാവിധ ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിയാണ്, മഹാൻ. അങ്ങനെയുള്ള ഒന്ന് നോക്കൂ, ഇവിടെ മഹാഭാഗവതോ മഹാൻ 3 പ്രാവശ്യമാണ് മഹാ എന്ന് പറയുന്നത്. സോ അത്രയും സ്പെഷ്യലാണ് പരീക്ഷിത്ത് എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. ബ്രാഹ്മണരുടെ പ്രഡിക്ഷനാണ്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഭഗവാൻ പരീക്ഷിത്ത് മഹാരാജാവിനെ അല്ലെങ്കിൽ ഭക്തരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്. അതായത് പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ, അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ സാധിക്കും അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഭഗവാന്റെ ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോലെയല്ല, അതൊരു ഭഗവാൻ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളോടുള്ളൊരു കാരുണ്യം അങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലൂടെ. അപ്പം ഇതെല്ലാം ഏൽപ്പിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെയാണ് ഈ പരിപാലനമൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണൻ്റെ വിസ്തരണമായിട്ടുള്ള പുരുഷ അവതാരങ്ങളിൽ വരുന്ന വിഷ്ണു മൂർത്തികളെയാണ് ഇതിനൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ക്ഷീരോദക സായി വിഷ്ണുവാണ് പരിപാലനം ചെയ്യുന്നതും ഓരോ ചരാചരങ്ങളിലും ഉള്ളതും അല്ലേ. അപ്പോൾ അത് ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള വിഷ്ണുവിനെ, ക്ഷീരോദക സായി വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ തീർച്ചയായിട്ടും ഭക്തരുടെ കാര്യം, ഭക്തരെ മാത്രമല്ല ഭക്തരല്ലാത്തവരുടെ കാര്യം പോലും നോക്കുന്നു. ഭക്തരല്ലാത്തവരെ പോലും അവർക്കും വായു കൊടുക്കുന്നു, അവർക്കും വെള്ളം കൊടുക്കുന്നു, അവർക്കും ഭക്ഷണം കൊടുക്കുന്നു. എല്ലാം ഭഗവാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യം വരുന്നില്ല ഭക്തരെ കുറിച്ച് അല്ലേ. ഭക്തരെ തീർച്ചയായിട്ടും ഭഗവാൻ നമേ ഭക്ത പ്രണശ്യതി, ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. എൻ്റെ ഭക്തർക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹം സംരക്ഷിക്കും അവിടെ. അപ്പോൾ ഇവിടെ ഈ ഒരു അവസരത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിനെ കൃഷ്ണൻ നേരിട്ട് സംരക്ഷിക്കുന്നു. എന്നാൽ അദ്ദേഹം കൃഷ്ണൻ വിഷ്ണുവായി മാറി. വിഷ്ണുവാണ് കാര്യം, ചതുർഭുജമൂർത്തിയാണ് പരീക്ഷിത്ത് മഹാരാജാവ് കാണുന്നത്. വിഷ്ണുവായിട്ടാണ് അവിടെ കാര്യം ആ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് വിഷ്ണുവിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിഷ്ണു ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ കൃഷ്ണൻ അവിടെ തന്നെ ഉണ്ട്. ഭഗവാൻ കൃഷ്ണനായിട്ട് തന്നെ
ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പാൻഷൻ വിഷ്ണു എല്ലാ ചരാചരങ്ങളും ഉണ്ട്. ആ വിഷ്ണുവാണ് പിന്നീട് പരീക്ഷത്തിനെ സംരക്ഷിക്കുന്നത്. ഇവിടെ മഹാഭാഗവത എന്ന് പറയുന്നു, പരീക്ഷത്തിനെ മഹാൻ എന്ന് വിളിക്കുന്നു, എല്ലാവിധ ഗുണങ്ങളുമുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നു. ഇവിടെ ശീല പ്രഭുപാദി അതുകൊണ്ട് ആ സമയത്ത് ഈ ഒരു അവസരത്തിൽ 3 കാര്യങ്ങൾ പറയുന്നു. മഹാഭാഗവത അല്ലെങ്കിൽ ഉത്തമാധികാരി, മധ്യമാധികാരി, കനിഷ്ഠാധികാരി. അങ്ങനെ 3 തരത്തിലാണ് ഉള്ളത്. 3 കാറ്റഗറൈസേഷനാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. ഈ ഭക്തരുടെ ആ ഒരു എന്താ പറയുക, ഭക്തരുടെ ആ ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് 3 തരത്തിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഉത്തമാധികാരി, മധ്യമാധികാരി, അതേപോലെ തന്നെ കനിഷ്ഠാധികാരി. കനിഷ്ഠാധികാരി എന്ന് പറയുന്നത് പുതിയ അല്ലെങ്കിൽ ഭക്തിയിൽ ഇപ്പോൾ ജസ്റ്റ് വന്ന ആളുകൾ, നമ്മളെ പോലുള്ളവർ. നമ്മളെല്ലാവരും ഈവൻ കനിഷ്ഠാധികാരികൾ പോലും ആണോ എന്നുള്ളത് സംശയമാണ്. കനിഷ്ഠാധികാരികളുടെ അവരെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? അവർക്ക് ഭക്തി അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, കൂടുതൽ വിശ്വാസമില്ല എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെല്ലാം മറക്കുന്നു. ഭഗവാനിലുള്ള വിശ്വാസം നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ നഷ്ടപ്പെടും. ആ ഒരു അവസ്ഥയാണ് പ്രാകൃത ഭക്തർ അല്ലെങ്കിൽ കനിഷ്ഠ ഭക്തർ എന്ന് വിളിക്കുന്നവരെ. ശ്രീമദ് ഭാഗവതത്തിലെ 11ാമത്തെ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 45, 46, 47 മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ പറയുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് കനിഷ്ഠാധികാരിയുടെ ലക്ഷണങ്ങൾ, മധ്യമാധികാരിയുടെ ലക്ഷണങ്ങൾ എന്താണ്, ഉത്തമാധികാരിയുടെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളത്. 47ാമത്തെ ശ്ലോകത്ത് 11:2-47 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആചാര്യം ഏവ ഹരേ പൂജ്യം യാ ശ്രദ്ധയാ ഹതേ നതത് ഭക്തേഷു ചാനിയേഷു സഭക്ത പ്രാകൃത സ്മൃത. എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, കനിഷ്ഠാധികാരികളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രാകൃത ഭക്തർ എന്ന് വിളിക്കുന്നവരെ. അങ്ങനെയുള്ളവർക്ക് അമ്പലത്തിലുള്ള വിഗ്രഹത്തിൽ, അമ്പലത്തിലുള്ള ശ്രീമൂർത്തി വിഗ്രഹത്തിൽ ഒരു വിശ്വാസമുണ്ട്, അവർക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അവരവിടെ പോയിട്ട് പൂജകൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ അമ്പലത്തിൽ മാത്രമേ ഭഗവാൻ ഉള്ളൂ എന്നുള്ള ധാരണയാണ് അവർക്ക് കൂടുതലും. നേരെ മറിച്ച് അങ്ങനെയുള്ളവര് ഭഗവാന്റെ ഭക്തരോടുള്ള പെരുമാറ്റമൊന്നും നല്ല രീതിയിൽ ആയിക്കൊള്ളുന്നില്ല. കാര്യം ഭക്തരിലുള്ള വിശ്വാസവും ഉണ്ടാവില്ല. ഭഗവാന്റെ പ്രതിനിധികളായിട്ട് ഭഗവാന്റെ ശുദ്ധഭക്തർ വരുന്നു എന്നുള്ളതിലൊന്നും അവർക്ക് വിശ്വാസമില്ല. അങ്ങനെയുള്ളവരെയാണ് പ്രാകൃത ഭക്തരെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കനിഷ്ഠാധികാരികളെന്ന് വിളിക്കുന്നത്. ഇതാണ് ഏറ്റവും താഴത്തെ കാറ്റഗറൈസേഷൻ. കാര്യം ഇങ്ങനെയുള്ളവർക്ക് സത്സംഗത്തിന് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കില്ല. ഗുരു എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഗുരുതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ദഹിക്കില്ല. അവർ പറയുന്നു ഭഗവാനുണ്ട്, ശരി, ഭഗവാൻ അമ്പലത്തിലാണ്, അപ്പോൾ നേരിട്ട് ഭഗവാനോട് പോയി കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു. അവർ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഭക്തരിൽ വിശ്വാസമില്ല അവർക്ക്. അങ്ങനെയുള്ളവരാണ് കനിഷ്ഠാധികാരികൾ അല്ലെങ്കിൽ പ്രാകൃത ഭക്തരെന്ന് പറയുന്നത്. ഇത് ഏറ്റവും ലോ ലെവലാണ് ആക്ച്വലി. കാര്യം നമുക്കറിയാം, ഇത് മാത്രമല്ല, അമ്പലത്തിലുണ്ട് ഭഗവാൻ, ശരി, ഭക്തരായിട്ട് കാണുന്നില്ല, ഭക്തരോട് സ്നേഹമില്ല, ഭക്തരോട് പെരുമാറുന്നില്ല ശരിയായിട്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് മെച്യൂരിറ്റി ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പം അങ്ങനെയുള്ളവരെയാണ് പ്രാകൃത ഭക്തർ അല്ലെങ്കിൽ കനിഷ്ഠാധികാരികൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്താണെന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരുപക്ഷെ ഈ ഒരു കാറ്റഗറിയിലായിരിക്കും വരുന്നുണ്ടാവുക. കാര്യം നമുക്ക് ഭക്തരോടുള്ള വിശ്വാസം ഉണ്ട്, എക്സ്റ്റേണലി നമ്മൾ പറയും ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പെരുമാറ്റം നന്നായി കൊള്ളുന്നില്ല, അല്ലേ? നമ്മൾ ദേഷ്യം വരുന്നു, ഭക്തരോട് ദേഷ്യം വരുന്നു, അവരോട് അസൂയ തോന്നുന്നു, വിദ്വേഷമാവുന്നു, ശത്രുത തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കനിഷ്ഠാധികാര പ്രാകൃത ഭക്തരുടെ അവസ്ഥയിലാണോ നമ്മൾ? ആണ്.
ഇനീഷ്യേഷൻ കഴിഞ്ഞു, ദീക്ഷ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആവുന്നില്ല. സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ കനിഷ്ഠാധികാരികൾ പോലും അല്ല നമ്മൾ. അതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ ഈശ്വരേ തത് അധീനേഷു, ഈശ്വരേ തത് അധീനേഷു ബാലിശേഷു ദ്വിഷത്വസു ദ്വിഷാത്സു ച പ്രേമ മൈത്രി കൃപാപേക്ഷ യ കരോതി സ മധ്യമ. പ്രേമ മൈത്രി കൃപ ഉപേക്ഷ. ഇപ്പോൾ ഇവിടെ മധ്യമധികാരികളെ കുറിച്ചാണ് പറയുന്നത്. മധ്യമധികാരികൾക്ക് അവർക്ക് ഭഗവാനോടൊരു സ്നേഹം ഉണ്ടാവും, പ്രേമം ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാവരോടും സൗഹൃദബന്ധം നിലനിർത്തും. അതായത് ഭക്തരോട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യും അവർ. അതേപോലെ തന്നെ കൃപ കാണിക്കുന്നു. അതായത് അറിവില്ലാത്തവരോട് അല്ലെങ്കിൽ പുതിയ ആളുകളോടുള്ള അവരോട് കാരുണ്യം തോന്നുന്നു, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ നോക്കുന്നു, അവരുടെ മുകളിൽ കൃപ ചൊരിയുന്നു. ഒന്നും അറിയാത്ത ആളുകൾക്ക് അല്ലേ. അതേപോലെ തന്നെ ആരോടും ഒരു അസൂയവും ഉണ്ടാവില്ല അവർക്ക്, ആരോടും അസൂയ ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ ഉപേക്ഷ എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം. പ്രേമ മൈത്രി കൃപ ഉപേക്ഷ. പ്രേമ മനസ്സിലായി എന്താണെന്ന്, മൈത്രി മനസ്സിലായി, കൃപ മനസ്സിലായി. ഉപേക്ഷ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, എന്നാൽ ഭക്തിയിൽ തീരെ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ഭഗവാനെ എഗൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട്, അവരുമായിട്ടൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും ഇങ്ങനെയുള്ളവർ. മൂന്നാമത്തെ മൈത്രി കൃപ എന്ന് ഉദ്ദേശിക്കുന്നത് അറിവില്ലാത്തവരോടൊരു കാരുണ്യം തോന്നുന്നു, അവരെ സഹായിക്കുന്നു. നേരെ മറിച്ച് ഭഗവാൻ എഗൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ അറിവില്ലായ്മയല്ല, മറ്റേതെന്ന് പറയുന്നത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക, അറിവില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവും. നേരെ മറിച്ച് അങ്ങനെയല്ല, വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഭഗവാന് എഗൻസ്റ്റ് ആയിട്ടുള്ളവർ, ഭഗവാനോട് അസൂയ തോന്നുന്നവർ, അങ്ങനെയുള്ളവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. മധ്യമധികാരികൾ. അതാണ് പറയുന്നത്. പ്രേമ മൈത്രി കൃപ ഉപേക്ഷ യാ കരോതി സ മധ്യമ. അങ്ങനെയുള്ളവരെയാണ് മധ്യമധികാരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ഒന്ന്, ഭഗവാനോട് സ്നേഹം ഉണ്ടാവും, അതനുസരിച്ച് ഭഗവാനെ ആരാധിക്കുന്നു, ഭഗവാന്റെ ഭക്തരുമായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നു. മൈത്രി, പ്രേമ മൈത്രി കൃപ കാണിക്കുന്നു. ആരോട്? അറിവില്ലാത്തവരോട്, വളരെ ശുദ്ധരായിട്ടുള്ളവരോട്, അവരോടൊരു കാരുണ്യം തോന്നുന്നു, അവരെ സഹായിക്കുന്നു. ഭക്തിയിൽ വരാൻ വേണ്ടി, ഭക്തിയുക്ത സേവനങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു, അവരോട് കൃപ കാണിക്കുന്നു. ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ എഗൻസ്റ്റ് ആയിട്ടുള്ളവരിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അതാണ് മധ്യമധികാരികൾ. ഇനി മഹാഭാഗവതർ അല്ലെങ്കിൽ ഉത്തമാധികാരികളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സർവഭൂതേഷു യാ പശ്യേത് ഭഗവത് ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മാനി ഏഷ ഭാഗവതോത്തമഃ. ഭാഗവതം 11:2-45 പറയുന്നു. ഭാഗവതോത്തമ, ഉത്തമാധികാരി അല്ലെങ്കിൽ മഹാഭാഗവതർ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരാണ്? ഭഗവത് ഭാവം ആത്മനഃ, എല്ലാവരിലും ഭഗവാനെ കാണുന്നു. സർവഭൂതേഷു യാ പശ്യേത്, സർവചരാചരങ്ങളിലും ഭഗവാനെ കാണുന്നു. എല്ലാവരെയും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ, റിലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഭൂതാനി ഭഗവതി ആത്മാനി ഏഷ ഭാഗവതോത്തമ. എല്ലാവരിലും ഭഗവാനെ കാണുന്നു, എല്ലാവരും ഭഗവാൻ അംശമാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓരോ ജീവജാലങ്ങളിലും അവർ കാണുന്നു. അങ്ങനെയുള്ളവരാണ് ഉത്തമാധികാരികൾ. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഭഗവത്ഗീതയിലെ ശ്ലോകം വരുന്നുണ്ട്, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണി കവിഹസ്തിനി ശുനി ചൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിന. ആ സമദർശിന എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അപ്പോൾ ഇത് ഉത്തമാധികാരികളുടെ ലക്ഷണമാണ്, മഹാഭാഗവതരുടെ ലക്ഷണമാണ്. അപ്പോൾ ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിനെ അഭിസംബോധന ചെയ്യുന്ന മഹാഭാഗവതനായിട്ടാണ്, അല്ലെങ്കിൽ ഉത്തമാധികാരിയായിട്ടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ശീലപ്രഭുജി ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ പറയുന്നതും. അപ്പോൾ മഹാഭാഗവതനാണ് പരീക്ഷിത്ത് മഹാരാജാവിന്, അതിനൊരു സംശയമില്ല. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ഭക്തനാണ്. എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു വ്യക്തിയായിരുന്നു. എല്ലാവരിലും ഭഗവാനെ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 18ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. ശില പ്രഭുപാദ് की जय. ग्रंथराज श्रीमद् भागवतम की जय. समवेद गौर भक्त वृंद की जय. निताय गौर प्रेमानंदे. हरे कृष्णा. थैंक यू.